ഒരു പുസ്തകം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏറ്റവും സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്ര ലളിതം. എന്നാൽ മഹാപണ്ഡിതന്മാർ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും അതിന്റെ ആഴം അവസാനിക്കാത്തത്ര ഗൗരവമുള്ളത്. കാലം കടന്നുപോകുമ്പോഴും പഴകാത്ത വാക്കുകളുള്ളത്. ഇതുവരെ ആരും അതുപോലെയൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുസ്തകം. ആ പുസ്തകമാണ് ഖുർആൻ. ഖുർആൻ മനുഷ്യരാശിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. പുറമേ നോക്കുമ്പോൾ അത് ലളിതമെന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അത് അസാധ്യമായ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അത്ര ശക്തമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത് മറികടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇസ്ലാം എന്ന മതം തന്നെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാകുമായിരുന്നു. യുദ്ധങ്ങൾ ആവശ്യമില്ലായിരുന്നു. ഏറ്റുമുട്ടലുകൾ ആവശ്യമില്ലായിരുന്നു. ഒരു സാഹിത്യപരമായ മറുപടി മാത്രം മതിയായിരുന്നു. ഇത് 14 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന, ഇന്നും മറുപടി കിട്ടാത്ത ഒരു വെല്ലുവിളിയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നാം ചരിത്രത്തിലേക്ക് തിരിച്ചുപോകാം. അറേബ്യ, കവിതയുടെ നാട്, വാഗ്മിതയുടെ നാട്, ഭാഷയുടെ രാജാക്കന്മാർ ജീവിച്ചിരുന്ന ദേശം, വാക്കുകളുടെ ശക്തിയിൽ അഭിമാനം കൊണ്ടിരുന്ന സമൂഹം. എന്നാൽ ഒരു ദിവസം അവരുടെ ശബ്ദങ്ങൾ മൗനമായി. അവരുടെ അഭിമാനം വിറച്ചു. അവരെ മൗനത്തിലാക്കിയത് ഖുറാനിന്റെ വചനങ്ങളായിരുന്നു. ഇത് അദ്ദേഹം സൃഷ്ടിച്ചു എന്നവർ പറയുന്നുവെങ്കിൽ അതുപോലെ ഒരു വചനമെങ്കിലും അവർ കൊണ്ടുവരട്ടെ. സന്ദേശം വ്യക്തമായിരുന്നു: വെല്ലുവിളി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരാജയം സമ്മതിക്കുകയോ ചെയ്യുക. ഈ വെല്ലുവിളി ഉയർത്തിയത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാൾ. ജീവിതത്തിൽ സാഹിത്യ പഠനമോ കവിതാ പരിശീലനമോ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം ഭാഷയിൽ അതിപ്രഗത്ഭരായ സമൂഹത്തോട് അവരുടെ തന്നെ രംഗത്തു വെല്ലുവിളിച്ചു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഈ വെല്ലുവിളി ഇന്നുവരെ മറുപടി കിട്ടാത്തതാണെന്നും എന്തുകൊണ്ട് ഖുർആൻ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നുവെന്നും. ആദ്യത്തിൽ അവർക്ക് വേണ്ടിയിരുന്നത് ഖുർആനിനോട് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്നായിരുന്നു. അത് സാധിക്കാത്തപ്പോൾ പണ്ഡിതന്മാരെ ഒന്നിപ്പിക്കാം, മുൻ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാം, എല്ലാ സാഹിത്യ വിദഗ്ധരെയും ചേർക്കാം, എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാം എന്ന അവസരവും നൽകി. മുഴുവൻ ഖുർആൻ സാധ്യമല്ലെങ്കിൽ 10 സൂറത്ത്, അതും സാധ്യമല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും. എന്നാൽ മറുപടി ഒന്നുമുണ്ടായില്ല. അവരുടെ മൗനം പരാജയമായി മാറി, പിന്നീട് അപമാനമായി. വാക്കുകളിൽ ജയിക്കാൻ കഴിയാത്തപ്പോൾ അവർ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. ഈ വെല്ലുവിളി ഒരു സമൂഹത്തോട് മാത്രമല്ല, എല്ലാ മതങ്ങളോടും, എല്ലാ ആശയങ്ങളോടും, എല്ലാ ദർശനങ്ങളോടുമുള്ളതാണ്. വിഗ്രഹാരാധകർക്ക് അവരുടെ ദേവന്മാരിൽ നിന്ന് സഹായം ലഭിച്ചില്ല. ദൈവവിശ്വാസം അവകാശപ്പെടുന്ന മറ്റു മതങ്ങളിലൊന്നും മറുപടി ഉണ്ടായില്ല. 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുമില്ല. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ സ്വാധീനിച്ച മതത്തിന്റെ വെല്ലുവിളിയാണിത്. അതിനാൽ ഖുർആനെ അതുല്യമാക്കുന്നത് എന്താണ് എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനിന്റെ അത്ഭുത സ്വഭാവത്തിന് ഏകദേശം 40 വ്യത്യസ്ത വശങ്ങളുണ്ട്. അവയെല്ലാം ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ 4 പ്രധാന വാതിലുകൾ തുറന്നു നോക്കാം. അതിന്റെ ഭാഷയുടെ സൗന്ദര്യം, അതിന്റെ ആഴവും വ്യാപ്തിയും, അതിന്റെ വചനങ്ങളുടെ ശക്തമായ പ്രവാഹം, ലോക സത്യങ്ങളെ വിശദീകരിക്കുന്ന ശാസ്ത്രീയ സൂചനകൾ. ഖുർആനിലെ ഒരു അക്ഷരത്തിന് തന്നെ അത്ഭുതമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വചനത്തിൽ സൂര്യന്റെ സഞ്ചാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരക്ഷരം 3 വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്നു. സൂര്യൻ ഒരു പഥത്തിൽ സഞ്ചരിക്കുന്നു, ഒരന്തിമ സ്ഥാനത്തേക്ക് നീങ്ങുന്നു, അതിന്റെ ചലനം സൃഷ്ടിക്കുന്ന സ്ഥിരത. ഇന്ന് ശാസ്ത്രം കണ്ടെത്തുന്ന സത്യങ്ങൾ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സൂചിപ്പിച്ചു. ഒരക്ഷരത്തിൽ ഇത്ര അർത്ഥമുണ്ടെങ്കിൽ മുഴുവൻ ഗ്രന്ഥത്തിന്റെ ആഴം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കുക. ഖുർആനിൽ ഒരു വാക്കുപോലും യാദൃശ്ചികമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഓരോ വാക്കും ഏറ്റവും അനുയോജ്യമായ തെരഞ്ഞെടുപ്പാണ്. ചില വചനങ്ങളിൽ ശിക്ഷയുടെ ചെറിയ സ്പർശം പോലും മനുഷ്യനെ തകർക്കുമെന്ന് സൂചിപ്പിക്കാൻ വളരെ സൂക്ഷ്മമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഓരോ വാക്കും ചെറുതും ലഘുവുമായ അർത്ഥങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വലിയ സന്ദേശം നൽകുന്നു. വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് തന്നെ സന്ദേശത്തിന്റെ ഭാഗമാകുന്നു. അതുപോലെ ഖുർആൻ ചില കാര്യങ്ങൾ തുറന്നുവിടുകയും ചെയ്യുന്നു. വിജയം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വ്യക്തമായി നിർവചിക്കുന്നില്ല. കാരണം ഓരോ മനുഷ്യനും വിജയത്തെ വ്യത്യസ്തമായി മനസ്സിലാക്കും. നരകത്തിൽ നിന്ന് രക്ഷ, സ്വർഗലാഭം, അള്ളാഹുവിനെ കാണുക, ലോകപ്രശ്നങ്ങളിൽ നിന്ന് മോചനം. ഈ തുറന്ന അർത്ഥം ഓരോ കാലത്തും പുതിയ പ്രത്യാശ നൽകുന്നു. ഇതാണ് ഖുർആന്റെ രണ്ടാം അത്ഭുതം, അതിന്റെ ആഴവും വ്യാപ്തിയും. ഖുർആൻ ആരാധനയെക്കുറിച്ചുള്ള ഗ്രന്ഥം മാത്രമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. പ്രകൃതി, മനുഷ്യ മനഃശാസ്ത്രം, സമൂഹം, നിയമം, ശാസ്ത്രം, ചരിത്രം,
ഭാവി. സൃഷ്ടിയുടെ ആരംഭത്തിൽ നിന്ന് അന്തിമ ദിനം വരെയുള്ള യാത്ര അതിൽ ഉൾക്കൊള്ളുന്നു. ഒരു മനുഷ്യ വിദഗ്ധന് ഒരേയൊരു വിഷയത്തിൽ മാത്രമേ പ്രാവീണ്യമുണ്ടാകൂ. എന്നാൽ ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അധികാരത്തോടെ സംസാരിക്കുന്നു. മൂന്നാമത്തെ വശം ഖുർആന്റെ വചനങ്ങളുടെ ശക്തമായ പ്രവാഹം. ചില വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നതുപോലുള്ള അനുഭവം നൽകുന്ന ശബ്ദ സംയോജനം കാണാം. ചില സൂറത്തുകളിൽ ഓരോ വചനവും ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്നു. ചില ഭാഗങ്ങളിൽ ശൈത്താന്റെ ചുരുളുന്ന ശബ്ദം പോലെ തന്നെ ഉച്ചാരണ ശൈലി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഈ ശബ്ദസൗന്ദര്യം കേൾക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. കുട്ടികൾ പോലും. ഒരേ ഗ്രന്ഥം വീണ്ടും വീണ്ടും വായിച്ചാലും മടുപ്പ് തോന്നാതെ ആത്മീയ സന്തോഷം നൽകുന്നത് അപൂർവമാണ്. നാലാമത്തെ വശം ഖുർആനിലെ ശാസ്ത്രീയ സൂചനകൾ. ബ്രഹ്മാണ്ഡത്തിന്റെ വ്യാപനം, ഗർഭവികസനം, സമുദ്രത്തിന്റെ ആഴത്തിലുള്ള ഇരുട്ട്, അന്തരീക്ഷ പാളികൾ, വിരലടയാളത്തിന്റെ പ്രത്യേകത, കാറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന ദാർശനികരുടെയും ശാസ്ത്രജ്ഞരുടെയും പല സിദ്ധാന്തങ്ങളും കാലക്രമേണ തെറ്റായതായി തെളിഞ്ഞു. എന്നാൽ ഖുർആൻ ഒരടിസ്ഥാന പിഴവിലും വീണിട്ടില്ല. ശതാബ്ദങ്ങളായി ശാസ്ത്രജ്ഞർ ഒരു പർവ്വതം കയറുന്നതുപോലെ അറിവന്വേഷിച്ചു. ഉച്ചിയിലെത്തുമ്പോൾ ഖുർആൻ മുമ്പേ അവിടെയുണ്ടായിരുന്നുവെന്ന് അവർ കണ്ടു എന്നുപോലെയാണ് പലരും പറഞ്ഞത്. ഈ ഗ്രന്ഥത്തിന്റെ അതുല്യതയെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കുന്നു. അതിനാൽ അവസാനമായി ചോദിക്കപ്പെടുന്ന ചോദ്യം, മനുഷ്യവചനമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമോ? ഖുർആൻ തന്നെയാണ് അവസാനം ചോദിക്കുന്നത്. അവർ ഖുർആനെക്കുറിച്ച് ആലോചിക്കുന്നില്ലയോ? അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകളുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ഖുർആനെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്ന വശമേതാണ് എന്ന് പങ്കുവെക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാവരെയും ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സഹായിക്കട്ടെ.